ആ ഇന്നിവിടെ ഉണ്ടാന്ന് തോന്നുന്നു. ഗേറ്റ് അടച്ചിട്ടില്ലല്ലേ. ഇന്ന് പൈസ വാങ്ങിക്കൊണ്ടേ പോവാ. ഇന്ന് തന്നില്ലെങ്കിൽ ഉണ്ടല്ലേ തരുന്നിടം വരെ ഞാൻ അവിടെ ഇരിക്കും. ഇന്ന് വാങ്ങിച്ചിട്ടേ പോവാ. 4 മാസമായിട്ട് എന്നെ ഇട്ട് പറ്റിക്കുക. എങ്കിലും കയറി വിളിച്ചിരിക്കുന്നു എന്തോ. എത്ര നാളുകൊണ്ട് നടന്ന് നടന്ന് എത്ര ചെരുപ്പ് തേഞ്ഞ്. കണ്ടാ ഞാൻ കയറി വിളിച്ചിരിക്കും. ബാക്ക് സൈഡ് വഴിയാണ് ഇറങ്ങും. വേണ്ട, ഒന്നുകൂടെ ബെല്ലടിച്ചു നോക്കും. ആരത്? ആരും കാണാനില്ലല്ലേ. ആരാ? നസീമ ഇല്ലേ? നസീം അവിടെ ഇല്ല. നസീമ പൈസ, ചിട്ടിയുടെ പൈസ തരാനുണ്ട്, അത് വാങ്ങാൻ വന്നത്. ബാങ്കിൽ നിന്ന് വന്നത്. അവളെ ഉമ്മായിക്ക് ചെക്കപ്പ് ഉണ്ട് ഹോസ്പിറ്റലില്. പോയിട്ട് വൈകിട്ടോ. നിങ്ങൾ ആരാണ്? ഞാൻ അവളുടെ ഭർത്താവ്. ഇന്ന് രാവിലെ വന്നതേ ഉള്ളൂ. നസീമായി വിളിച്ചേ. എന്തായാലും പോയിട്ട് വൈകുന്നേരം വാ. 3-4 മാസമായി എന്നെ അപ്പോഴും ഓരോ പ്രാവശ്യം ഇങ്ങനെ പോയിട്ട് വാ എന്ന് പറഞ്ഞ് കുറെ നാളുകൊണ്ട് നടത്തുക. ഇനി ചെന്നാ ഇല്ലെങ്കിൽ എന്റെ ജോലി പോകും. എനിക്ക് ആ പൈസ വേണം. ഞാൻ എന്തായാലും നസീമ വന്നിട്ടേ പോകും. അല്ല, ഞാൻ ഇവിടെ ഇരിക്കട്ടെ. എന്തായാലും നസീമ വരട്ടെ. ഞാൻ പൈസ വാങ്ങിയിട്ടേ പോകും. ഇന്നെങ്കിലും അടച്ചില്ലെങ്കിലേ എന്റെ ജോലിയെ ബാധിക്കുന്ന. ആ വൈകുന്നേരം ആയാലും കുഴപ്പമില്ല. ഞാൻ ഇത് നിന്ന് ലീവാ. ഞാൻ ഈ പൈസ വാങ്ങാൻ വേണ്ടിയാ വന്നേക്കുന്നത്. എനിക്ക് സാറിന് അത്യാവശ്യമാണെങ്കിൽ സാറാ പൈസ തന്നെയാ. 25,000 രൂപയുണ്ട്. അതിനെത്താ. അപ്പൊ ഞാൻ അങ്ങ് തീർത്ത് പോയിക്കോളാം. 25,000 രൂപ നീ പറ്റിക്കാൻ ഇറങ്ങിയപ്പോ പോവാൻ നോക്ക്. പോ. അല്ല, ഇവിടെ കാർഡ് കാണും, അതെടുത്ത് തന്നാ മതി. ഞാൻ വേണമെങ്കിൽ എടുക്കാം. അവിടെ ഇരി. വീട്ടിലോട്ടൊന്നും കയറണ്ട. എനിക്ക് സാറൊന്ന് വിളിച്ചു നോക്കേ. നസീമായി ഒന്ന് വിളിച്ചു നോക്കിയിട്ട് പറ. വിളിച്ചു നോക്ക് സാറേ. എനിക്കാണെങ്കിൽ ജോലിക്ക് പോകാനുള്ളതാ. എന്റെ ശമ്പളം ഇന്നത്തെയും കൂടെ അമ്മ പിടിക്കും. ഞങ്ങൾ അതുകൊണ്ടാ കഴിയുന്നത്. പട്ടിണി ഇല്ലാതെ കഴിഞ്ഞു പോകാനല്ലേ ഈ ജോലിക്ക് ഇറങ്ങുന്നത്. അയ്യോ, ഇത് ഞാൻ അറിയാത്ത ഇടപാടാണ്. എന്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ ഒരു ഇടപാടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മാസം ഞാൻ കൃത്യമായിട്ട് പൈസ അയച്ചു കൊടുക്കുന്നതാ. അതിനുള്ള ചിലവേ ഇവിടെ ഉള്ളോ, അല്ലാതെ കടം വാങ്ങേണ്ട ആവശ്യമില്ല അവർക്ക്. അതുകൊണ്ട് നീ പറ്റിക്കാതെ പോ. ഞാൻ പറ്റിപ്പോരിയൊന്നുമല്ല. ഞാൻ പറ്റിക്കാനാണെങ്കിൽ ഞാൻ ഇങ്ങനെ വരുമോ? എനിക്ക് എന്റെ ആവശ്യമില്ല. ഞാൻ ജോലി ചെയ്യുന്നതാ ഒരു ബാങ്കിലാ, പ്രൈവറ്റ് ബാങ്കിലാ. 3 മാസമായിട്ട് അവരെന്റെ ശമ്പളം പിടിച്ചു വെച്ചിരിക്കുക. ഇവിടുത്തെ താത്ത അടയ്ക്കുന്നില്ല. അതുകൊണ്ടാ ഇന്നെങ്കിലും അവരെ കണ്ടിട്ട് പൈസ വാങ്ങിക്കൊണ്ട് പോവാന്ന് പറഞ്ഞ് വന്നത്. ഞാൻ ഇന്നലെ വന്നു, മെനങ്ങാന്ന് വന്നു. ഇന്നലെ വന്നപ്പോൾ ഞാൻ കോളിംഗ് ബെല്ല് അടിച്ചപ്പോൾ അകത്ത് ആളുണ്ടായിരുന്നു. പുറത്തോട്ട് ഇറങ്ങി പോലും ഇല്ല. എന്റെ ജോലിയെ ബാധിക്കുന്ന എന്റെ മക്കൾക്ക് അന്നം കൊടുക്കേണ്ടതാ. ഞാൻ ഒരാൾ പോയി കഷ്ടപ്പെട്ടിട്ടാണ് എന്റെ വീടും കുടുംബവും എല്ലാം കഴിയുന്നത്. എനിക്ക് നിങ്ങളെ പറ്റിക്കേണ്ട ഒരു ആവശ്യമില്ല. എങ്കിൽ ഞാൻ അവളെ വിളിക്കാം. ഫോൺ എടുത്തിട്ട് വരട്ടെ. വിളിച്ചിട്ട് കിട്ടുന്നില്ല. റേഞ്ച് ഇല്ലാത്ത സ്ഥലം, ഹോസ്പിറ്റലാണ് ഇരിക്കുന്നത്. കിട്ടുന്നില്ല. സാറേ, എൻ്റെ ആ പൈസ ഒന്ന് തരാൻ പറയണേ സാറേ. വലിയ കഷ്ടപ്പാടാണ്. എൻ്റെ ജോലി പോയാൽ എൻ്റെ മക്കൾ പട്ടിണിയാവും. അതുകൊണ്ടാണ് ഞാൻ. എന്തായാലും ഒന്നുകൂടെ ക്ഷമിച്ചില്ലേ, നാളെ വാ. എനിക്ക് ആകെപ്പാട് കിട്ടുന്ന ഒരു 10,000 രൂപ. അത് ഇവിടുത്തെ താത്ത അടയ്ക്കാത്ത എൻ്റെ 5,000 പിടിച്ചാൽ ഞാൻ ഒരു വീട്ടിൽ വാടകയ്ക്കാണ് താമസിക്കുന്നത്. എനിക്ക് അതും കൊടുക്കണം, എൻ്റെ മക്കളെ പഠിപ്പിക്കണം, അവർക്ക് ആഹാരം കൊടുക്കണം. ഇതൊന്നും നടന്നു പോകത്തില്ല. നീ ഇവിടെ എങ്ങനെ വന്നിരിക്കുന്ന കണ്ട അയലത്താരെ കണ്ട നാണക്കേടാ. നീ പോ. ഇപ്പം എന്തായാലും ഞാൻ മാത്രമല്ലോ. ആരെങ്കിലും കണ്ട എന്തെങ്കിലുമൊക്കെ പറയും. നീ ചെല്ലിപ്പോ. നാളെയെങ്കിലും ഒന്ന് വാങ്ങിച്ചു വെച്ചേക്കണം. എനിക്കിനി നാളെ കൊണ്ട് ലീവ് എടുത്താൽ എനിക്ക് ശമ്പളവും കിട്ടത്തില്ല. കഷ്ടപ്പാടും ഉണ്ടാവുന്ന. അവർക്കറിയാം. ഒന്ന് പറഞ്ഞിരുന്നാ മതി. അതെ, ഒന്ന് നിന്നേ. എവിടെയോ കണ്ട് പരിചയം.
എവിടെ സ്ഥലം? മങ്ങാട്. മങ്ങാട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാ? ആ, മങ്ങാട്ടാ പഠിച്ച. ഞാനും അവിടെയാണല്ലേ പഠിച്ചത്. പേര്? ഷെമി. എന്നെ മനസ്സിലായ? അൻസർ. അങ്ങ് മാറിപ്പോയല്ലേ ആള്. ആദ്യം നിന്നെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല. ഒരുപാട് മാറ്റമുണ്ട് നിനക്ക്. ഹസ്ബൻഡ് എന്താ ജോലി? അത് ഭർത്താവ് അയാൾ എന്നെ ഉപേക്ഷിച്ച് പോയി. 2 മക്കളുണ്ട്. അതാ ഞാൻ ജോലിക്കൊക്കെ ഇറങ്ങിയ. സുഖം തന്നെയല്ലേ? കാശില്ലാത്തതിൻ്റെ പേരിനാണല്ലോ നിന്നെ എനിക്ക് കെട്ടിച്ചേരായിരുന്നത്. നിന്റെ കല്യാണ സമയത്ത് ഞാൻ നാട് വിട്ട് കുറേ നാൾ ഗൾഫിലായി. അതൊക്കെ അന്ന് ഇക്കായായിട്ടുള്ള കാര്യമെല്ലാം വീട്ടിലറിഞ്ഞപ്പം പിടിച്ചു പിടിയാലെ അവർ പിടിച്ചോണ്ട് കല്യാണം നടത്തിയതാ. അന്ന് ബന്ധമോ എന്താ സ്വഭാവമോ ഒന്നും അന്വേഷിച്ചില്ല. പക്ഷെ ആള് ഭയങ്കര കുടിയനൊക്കെ ആയിരുന്നു. ഒരുപാട് അനുഭവിച്ച് അങ്ങേ അറ്റമായപ്പോഴാ ഞാൻ തന്നെയാണ് വേണ്ടാന്ന് വെച്ചത്. കുറച്ച് നാളെ ആവത്തോളൂ. ഇപ്പം സ്വന്തമായിട്ട് ഈ ജോലിയൊക്കെ ചെയ്ത് മക്കളുടെ കാര്യമൊക്കെ നോക്കുന്നു. വീട്ടുകാരൊന്നും ഇപ്പം നോക്കത്തില്ല എന്നെ. അവർക്കൊന്നും അയാളെ ഞാൻ പിരിയുന്നത് ഇഷ്ടമല്ലായിരുന്നു. എന്നും അടിമയായിട്ടും അടിയും കൊണ്ടും ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ കഴിയണമായിരുന്നു. പക്ഷെ മക്കൾ എൻ്റെ കൂടെ ഇന്ന്. മക്കൾ പറഞ്ഞു അവർ കുറച്ചായി, 15-13 വയസ്സായി. അപ്പോൾ അവരുടെ ഒരു സ്ട്രോങ്ങിലാണ് ഞാൻ ആ വീട് വിട്ട് തന്നെ ഇറങ്ങി വന്നത്. ഇപ്പം ഞാൻ സ്വസ്ഥ മക്കളുമായിട്ട് അങ്ങനെ കഴിയുക. ഇക്കായെ കണ്ടല്ലോ, സന്തോഷമായി. ഇപ്പം ഞാൻ ഗൾഫൊക്കെ നിർത്തി വന്നേക്കുവാ. അതൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. നാട് വിട്ട കാര്യവും പിന്നെ ഗൾഫിൽ പോയ കാര്യം. കുറേ നാൾ കുറേ കാര്യങ്ങളൊക്കെ തിരക്കുമായിരുന്നു. പിന്നെ പ്രാരാബ്ദമൊക്കെ ആയപ്പം കുറച്ച് നാളായിട്ട് ഈ ജോലിക്കാണ് പോകുന്നത്. വലിയ മെച്ചമൊന്നുമില്ല, എങ്കിലും ജീവിച്ചു പോവാം. ഇവിടെ അടുത്ത് തന്നെ താമസിക്കുന്നത്? ഇവിടെ അടുത്ത് തന്നെ താമസിക്കുന്നത്. എന്തായാലും നിന്നെ കണ്ടല്ലേ വർഷങ്ങൾക്ക് ശേഷം. വെള്ളം എടുക്കാം. അയ്യോ, ഒന്നും വേണ്ട, വെള്ളമൊന്നും വേണ്ട. ഞാൻ പോട്ടെ. എനിക്ക് ഉച്ചയ്ക്കെങ്കിലും ജോലിക്ക് കയറാമല്ലോ. പിന്നെ വാഷ്റൂം എവിടെയാണ്? ഒന്ന് വാഷ്റൂമിൽ പോവാൻ. പുറത്ത് വാഷ്റൂമില്ല, അകത്തേ ഉള്ളോ? ചെല്ലേ. എൻ്റെ സോപ്പാ. ഒരു സ്പ്രേ വാങ്ങണം. സ്പ്രേ ഇല്ലാത്ത. മോനെ എപ്പോ വന്നായിരുന്നു? ലൈലാത്തായ ഞാൻ ഇന്നലെ വന്ന്. യാത്രയൊക്കെ സുഖമായിരുന്നാ? നസീമ എന്തിയേ? നസീമ ഇവിടെ ഇല്ല, അവിടെ ഉമ്മായെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയേക്കുന്നു. ഉമ്മ ചെക്കപ്പ് ഉള്ളത്. അല്ല മോനെ, ഇവിടെ സംസാരം കേട്ടല്ലേ ഇപ്പം? ഞാൻ അവിടെ അപ്പുറം നിന്നപ്പം ഇവിടെ പെണ്ണുങ്ങളെ സംസാരം കേട്ടല്ലേ? നസീമ അല്ലേ? അത് നിങ്ങൾ തോന്നിയായിരിക്കും, പിച്ചക്കാരെല്ലാം വന്നിട്ട്. പിച്ചക്കാരാ? അവിടെ വന്നിട്ടില്ലേ ഇങ്ങോട്ട് വരൂ? അവിടെ ഒരു പിച്ചക്കാരും വന്നില്ല, ഒരു പെണ്ണുങ്ങളും വന്നില്ലല്ലേ. ഞാൻ ഇപ്പൊ അവിടെ ഇരിക്കുമല്ലായിരുന്നു, വഴിയിലല്ലേ ചെയ്യുന്നത്. പിന്നെ ഞാൻ വന്ന് എൻ്റെ ഒരു പാത്രം കൊണ്ട് ഇരിക്കുന്നു. മെനങ്ങാന്ന് കുറച്ച് പായസം കൊണ്ട് കൊടുത്തു കൊച്ചിന്റെ ബർത്ത്ഡേക്ക്. പാത്രമൊക്കെ നസീം വരുമ്പോൾ എടുത്തു തരും. നിങ്ങൾ അവിടെ നിൽക്ക്. അത് ഞാൻ കയറി എടുക്കുന്നതിന് എന്താ? നസീമ ഉള്ളപ്പോഴും എടുക്കുമല്ലേ, ഞാൻ കയറി എടുത്തിട്ട്. അതൊന്നും ഇനിയിപ്പോ എനിക്ക് നടന്നൊന്നും വരാൻ വയ്യ. എടുത്തോണ്ട് വിട്ടു. ഇതെന്റെ സ്വന്തം വീട് കണക്കാ. എന്തോ എടുക്കാം, എനിക്കറിയാം എവിടെയൊക്കെ എന്തൊക്കെ സാധനങ്ങൾ ഇരിക്കുന്നതെന്ന് തന്നെ. അത് നീ അറിയണ്ട.
നീ ആരും എണ്ണേ? ആ ആ. അപ്പൊ ഇതായിരുന്നില്ലേ ഞാൻ കേറാൻ സമ്മതിക്കാഞ്ഞേ. ആ. അതാര്? ലൈലാത്ത, അത് എൻ്റെ കൂട്ടുകാരിയാ. അവള് നസീമാറ്റന്ന് പൈസ മേടിക്കാൻ വന്നത്. കൂട്ടുകാരിയാ? ആ ആ ആ. കൂട്ടുകാരി കൊള്ളാല്ലേ. ആ പെണ്ണിനെ പറ്റിക്കുവാണില്ലേ? സ്വന്തം പെണ്ണും പിള്ളേ ഇങ്ങനെ പറ്റിക്കുവോ? അവളങ്ങോട്ട് ഇറങ്ങി പോയല്ലേ ഉള്ളു, സ്വന്തം വീടല്ലേ. പെണ്ണുങ്ങളെ വിളിച്ച് കയറ്റിയേക്കുന്നു. അതെ ഈ പരിസരത്ത് നടക്കത്തില്ല. ആ. കണ്ടിടത്തോളം എല്ലാം മനസ്സിലായി മോനെ. ആ. ആ പെണ്ണിനെ പറഞ്ഞിട്ടിട്ട് ഇതാണ്. ഒരുത്തന്മാരെ വിശ്വസിക്കരുത്. എന്തൊക്കെ കണ്ണി കാണും, നമ്മളൊക്കെ കാണാതെ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നതായിരിക്കും. എന്തെല്ലാം കാര്യം. ഇങ്ങോട്ട് പോന്നെ എന്തിന്? വീട്ടിൽ പോകുന്നതിന് മുമ്പ് അതുവഴി കറങ്ങിപ്പോ, 5-6 വീടും കൂടെ കയറാം. അതാരാ? അതപ്പുറത്തെ വീട്ടിലെ താത്തായ. നിന്നെ ഈ വീട്ടിനകത്ത് വെച്ച് കണ്ട് ഇനി അവരെന്തൊക്കെ പറയും ആവോ. ഞാൻ അല്ല. നീ പോ. പോട്ടെ. പോട്ടെ.